ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വാചകത്തിലെ ഒന്നാമത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഒരു പ്രവാചകന്മാർക്കും മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ആരിഫ് അലി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അഖീദ, ആ അഖീദയുടെ അടിസ്ഥാന ആദർശം നമുക്കേവർക്കും പരിചയമുള്ള രണ്ട് കലിമത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന ചോദ്യത്തിന് ഒരുപാട് നീട്ടി മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല. പ്രസ്ഥാനത്തിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. ഈ ആദർശത്തിന്റെ ഒന്നാം ഭാഗം ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ആദർശമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിട്ടുള്ള ഉമ്മത്തിന് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ആദർശവും ഇതുതന്നെയാണ്. മൗദൂദിയുടെ ആദർശവും മൗദൂദി രൂപപ്പെടുത്തിയെടുത്ത ഉമ്മത്തിന്റെ ആദർശവും രണ്ടാ. അതാ ഞങ്ങൾ പറയുന്നത് മൗദൂദിന്റെ തൗഹീദും സോളിഡാരിറ്റിക്കാരന്റെ തൗഹീദും രണ്ടാണ്. മൗദൂദിക്ക് ശിർക്കായത് ഇന്നത്തെ സോളിഡാരിറ്റിക്കാരനും വികസന മുന്നണിക്കാരനും തൗഹീദാ. ഇങ്ങനൊരു വ്യത്യാസം ഏതെങ്കിലും പ്രവാചകന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അടിസ്ഥാനത്തിൽ മാറ്റം വരാൻ പാടില്ല എന്ന് ഖാലിദ് മൂസാ നദ്വി തന്നെ പറയുന്നുണ്ട്. അടിസ്ഥാനങ്ങൾ മാറാൻ പാടില്ലാത്തതും ശാഖകൾക്ക് മാറ്റം സംഭവിക്കാവുന്നതുമാണ്. മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഇസ്ലാമിനെ കുറിച്ച് അത് മനസ്സിലാക്കൽ വളരെ വളരെ നിർബന്ധമാണ്. എന്നാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജമാഅത്തേർ അത് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശാഖകളിൽ മാറ്റമുണ്ടാവും, തൗഹീദിൽ മാറ്റമുണ്ടാവൂല. ജമാഅത്തിൽ കൊല്ലങ്ങൾക്കനുസരിച്ച് മാറിയത് ശാഖയിൽ മാറുക എന്നത് എല്ലാവർക്കും തോന്നിയവരോട് പറയാനല്ല. മുജ്തഹിദുകളായ ഇമാമുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം ഉണ്ടാകും. അവർക്കിടയിൽ പോലും തൗഹീദിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല, അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതാ അടിസ്ഥാനം? തൗഹീദും ശിർക്കുമാണ് അടിസ്ഥാനം എന്ന് ടി കെ അബ്ദുള്ള മൗലവി. തൗഹീദ്, ശിർക്ക്, അതിന്റെ എതിരായ ശിർക്ക്, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനവും അകക്കഴമ്പുമാണല്ലോ. ആ അടിസ്ഥാനത്തിലും അകക്കഴമ്പിലും മാറ്റം പാടില്ല എങ്കിൽ ജമാഅത്ത് മാറിയത് എവിടെ? അവിടെയാണ്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന വൈരുദ്ധ്യത്തിന്റെ നാൾ വഴികളെ ന്യായീകരിക്കാൻ നിങ്ങൾ പ്രവാചകന്മാർക്കിടയിലെ വിഷയം കൊണ്ടുവന്നാൽ അത് മതത്തിന് ന്യായീകരണമാകൂല. ഒന്നാമത് പറഞ്ഞത് അള്ളാഹു മാറ്റി എന്നാണ്. അത് മൗലവിമാർക്ക് ബാധകമല്ല. പ്രവാചകന്മാർക്കിടയിൽ മാറിയത് തൗഹീദല്ല, ജമാഅത്തെ ഇസ്ലാമിക്കിടയിൽ മാറിയത് തൗഹീദാ. എന്നാ വേറൊരു മൗലവി പറഞ്ഞ എന്താ? നിങ്ങള് നായെന്ന് പറഞ്ഞ് മാറാനുള്ളത് തന്നെയാണ്. മുമ്പ് ഒരു ചങ്ങായി കടം കൊടുക്കാനുള്ളത് ഡേറ്റ് പറഞ്ഞു മാറിയപ്പോ എന്താ വാക്ക് മാറുന്നു? അപ്പൊ പറഞ്ഞു വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. ഇതേ വർത്താനം മൗലവി പറയാ നയം മാറിയില്ലേന്നാ. നയം മാറും, നയഞ്ഞും മാറും, ഇങ്ങളും മാറ്റിയില്ലേന്നാ. കുട്ടികള് മാങ്ങക്കെറിഞ്ഞു കുടിച്ചാണ്ട് ഓനും എറിഞ്ഞിക്കണ് അറിയുന്ന ഒരു വർത്താനം. ഇതേമാതിരിയാ മൗലവിന്റെത്. ഓലും മാറ്റിയിക്കണ്. എന്നിട്ട് മാറ്റിയൊരു ന്യായം പറയുന്നത് സുന്നികൾ മാറ്റീന. എന്താ മാറ്റിയത്? ഒന്ന്, ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പാടുണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾ ഖുർആൻ പരിഭാഷ സമസ്തയുടെ ഔദ്യോഗികമായ നേതൃത്വത്തിൽ ഒരു ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടില്ല. ഇനി നിലവിലുള്ള പരിഭാഷ തന്നെ ഞങ്ങൾ എതിർത്ത അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരർത്ഥം അള്ളാഹുവിന്റെ കൈ കാല് എന്നത് നേരാർത്ഥത്തിൽ വിശദീകരിക്കുന്നതിനെയാണ് ഞങ്ങൾ നിഷേധിച്ചത്. അങ്ങനത്തെ ഒരു സംവിധാനത്തെ ഞങ്ങൾ ഇന്നും അനുകൂലിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് മൗലവി പറയുന്നത് പണ്ട് മദ്രസ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ പാടുണ്ട് എന്നല്ലേ, 10,000 ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ പണ്ട് പാടില്ല എന്ന് പറഞ്ഞ മദ്രസ എപ്പോഴും ഞങ്ങൾക്ക് പാടില്ലാത്തതാ. അതേതാ? മദ്രസന്റെ മീം ജഹന്നമിന്റെ മീമാന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതേത് മദ്രസയാ? മുജാഹിദിന്റെ ജമാഅത്തിന്റെ മദ്രസയാ. അത് ജഹന്നമിന്റെ മീമാന്നുള്ളിൽ ഞങ്ങൾക്ക് പണ്ടും തർക്കമുണ്ടായിട്ടില്ല, ഇപ്പോഴും തർക്കമുണ്ടായിട്ടില്ല. എന്നിട്ട് മൗലവി പറയണത് നയം എന്നുള്ളത് മാറാനുള്ളത് തന്നെയല്ലേ? നയമൊക്കെ എല്ലാവരും മാറും.
ജമാഅത്ത് നയം മാറ്റി നയം മാറ്റി. ആരാ മാറ്റാത്തത്? സുന്നികൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അത് അച്ചടിച്ച് വെക്കുന്നു. എത്ര തർക്കം വരെ നടന്നിരിക്കുന്നു. ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കാലത്തും ലാ തജ്അലുൽ ബാനീന മദ്രസ വശീൽ യതഅല്ലമൂന. ഖിയാമത്ത് നാൾ വരെ മദ്രസ വഴിയിൽ കുട്ടികളെ അയക്കരുത്. ഇപ്പൊ 10,000 മദ്രസ ഉണ്ടെന്നാ പറയുന്നത്. സുന്നികൾ നയം മാറിയില്ലേ? ഇത് നയം എന്ന് പറഞ്ഞാൽ തന്നെ മാറുവാനുള്ളതാ. പക്ഷേ തൗഹീദ് മാറാനുള്ളതല്ല. തൗഹീദ് മാറാനുള്ളതല്ല മൗലവിമാരെ. ജമാഅത്തിന് മാറിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു പ്രവാചകനും വ്യത്യാസമില്ലാത്ത തൗഹീദ്. സോണിയാഗാന്ധിനെ അംഗീകരിച്ചാൽ ഒരു കാലത്ത് ശിർക്ക്, ഇപ്പോൾ തൗഹീദ്. വോട്ട് ചെയ്യൽ ഒരു കാലത്ത് ശിർക്ക്, ഇപ്പൊ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മാപ്പിളയാതി എന്ന് പുറത്ത്. ഇതാണ് ജമാഅത്തിലെ വൈരുദ്ധ്യം. അപ്പൊ മാറി വന്നപ്പോ പിന്നെന്തായി? വോട്ട് ചെയ്യണം എന്നായി. ചെയ്താൽ തന്നെ അത് വേറുള്ളവർക്ക് ചെയ്താൽ ജമാഅത്തുകാരുടെ മനസ്സ് പാകപ്പെടുന്നില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അറച്ചറച്ച് വന്നു. 1995 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അമീർ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? നിങ്ങള് നമ്പർ 1 തമാശ. ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ലെന്ന് പണ്ടേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ഇപ്പൊ വ്യക്തമാക്കലൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 1960 മുതൽ 89 വരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വരികൾ മലയാളത്തിലുള്ളത് ഞാൻ വായിച്ചു. മൗദൂദിയുടെ ഉറുദു പുസ്തകത്തേക്ക് തിരിഞ്ഞോക്കാതാക്കാന്നുള്ളത് അതിൽ കുനുകുനേന. മലയാളത്തിൽ 1989 വരെയുള്ള വരികൾ ഇത്രത്തോളം എഴുതി വെച്ച ജമാഅത്തേര് വരെ ഞമ്മക്കത് പണ്ടേ വിലക്കപ്പെട്ട കനിയല്ലല്ലോ. ഈ മാനസികത്തിന് എന്താ മറുപടി? ഇനിയോ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാലത്ത് പൊതുവിഷയത്തിനായിരുന്നു ജനാധിപത്യം എതിര്. എന്നാൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യം മതത്തിൽ പോലും നിർബന്ധം. മതത്തിൽ ജനാധിപത്യം അതെങ്ങനെയാ? കുനൂത്ത് ഓതണോ ഓതണ്ടേ? കൂട്ടുപ്രാർത്ഥന നടത്തണ്ടേ? ഇത് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്താ ചെയ്യാറ്? നിങ്ങള് സുന്നി പള്ളിക്ക് കയറും. ഏതെങ്കിലും ഒരു പള്ളി കയറിയാൽ ഒന്ന് തലണ്ണി വെക്കും. തോന ആളുകൾ കൂട്ടപ്രാർത്ഥന നടത്തി പോണോലാണെങ്കിൽ ജമാഅത്തേര് നടത്തുന്നോലൊപ്പം കൂടും. അതുപോലെ കൈ ബുക്കിളിന്റെയും നെഞ്ഞിന്റെയും ഇടയിൽ കെട്ടുന്നോലാ തോന്നേച്ചെങ്കിൽ അവരെ കൂടെ കൂടും. നെഞ്ഞത്ത് കൈ കെട്ടുന്നോലാ തല എണ്ണീറ്റ് തോന്നേച്ചെങ്കിൽ അവരെ കൂടും. ജനാധിപത്യം എന്നത് മതത്തിൽ പോലും. ഞങ്ങൾക്കൊരു മുസ്ലിമിന്റെ വ്യക്തി ജീവിതത്തിൽ ജനാധിപത്യമല്ല തെളിവ് ഖുർആനും സുന്നത്തും. അതേ സമയത്ത് ഒരു മുസ്ലിം ഭരണാധികാരിക്ക് ഭരണത്തിന് വേണ്ടതും ഖുർആനും സുന്നത്തുമാണ്. ഒരു അമുസ്ലിം ഇസ്ലാമേതര രാജ്യത്ത് ഖുർആനും സുന്നത്തും ഭരണം നടത്താതെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നൊരു ഇസ്ലാം ഇല്ല. എന്നാ ജമാഅത്തെ ഇസ്ലാമിയോട് അങ്ങനെ ചോദിച്ചു നോക്കി, നിങ്ങളെന്താ ഒരു ആദർശം പറയാത്തത്? കൈ കെട്ടുന്നോലൊപ്പം കൂടിയാ അങ്ങനെ, അല്ലാത്തോലൊപ്പം അങ്ങനെ, അതൊരു അവസരവാദമല്ലേ എന്ന് ജമാഅത്തേരോട് ചോദിച്ച അമീറിന്റെ മറുപടി ഉണ്ട്, കേട്ടു. ചില ആളുകൾ സംശയത്തോടുകൂടി ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരാദർശപരമായ ഒരു കരുത്തില്ല അല്ലേ? ആ പള്ളിയിൽ ചെന്ന് നോക്കുക കാണാൻ ദ്വാ ചെയ്യുന്നു, ഈ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ദ്വാ ഇല്ല. അവിടെ ഒരാൾ കാണാം പിന്നെ ഇമാമിന്റെ പിന്നിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്യുന്നു. ഇപ്പുറത്തെ ഒരു ജമാഅത്തുകാരൻ കാണാം ഇമാമ് ദ്വാ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മൂടും തട്ടി എഴുന്നേറ്റ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉറപ്പില്ലേ? നിങ്ങൾ അവസരവാദികളാണല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് അവസരവാദിത്വത്തിന്റെ ലക്ഷണമല്ല. എങ്കിൽ പിന്നെ മാനസികത്തിന്റെ ലക്ഷണം, മതത്തിന്റെ ലക്ഷണം ഒരിക്കലും അതല്ല. ഒന്നിരിക്ക അവസരവാദത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ മാനസികത്തിന്റെ ലക്ഷണം. മതത്തിന്റെ ലക്ഷണം എന്നത് തോന്ന ആൾക്കാരെ എവിടെയാച്ചാൽ അവിടെ നോക്കലല്ല. അത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പോലും ജനാധിപത്യം ശിർക്കാക്കിയ ജമാഅത്തിന് ഇപ്പൊ സെക്കുലറിസം കെട്ട് മൂത്തിട്ട് മതത്തിൽ പോലും ജനാധിപത്യം. കാരണം സുന്നിന്റെയും മുജാഹിദിന്റെയും ഒക്കെ ഇടയിൽ നാടകം കളിച്ചിട്ട് അവിടെ കുപ്പായം മാറിയിട്ട് സുന്നിയാളെയൊക്കെ വോട്ട് തട്ടിയിട്ട് വേണം ഇവർക്ക് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാകാൻ. അച്യുതാനന്ദനും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയൊക്കെ തോൽക്കണ സീറ്റിൽ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയൊക്കെ നടന്ന കാറിൽ ഇങ്ങനെ നടക്കാൻ കുപ്പായം തുന്നിച്ചൊക്കെ ആരിഫ് അലി സിദ്ദീഖ് ഹസനൊക്കെ. ഇതേതാ രാജ്യം എന്നറിയോ കൂട്ടരങ്ങൾക്ക്? ഇതേതാ നാട് എന്നറിയോ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാറിയപ്പോഴും ജമാഅത്തിന്റെ അജണ്ട ജനാധിപത്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല.
തൗഹീദ് പറഞ്ഞ് വിശ്വാസം പറഞ്ഞ് നടക്കൂല, ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ എന്നാ പിന്നെ ജനാധിപത്യത്തിന്റെ കുപ്പായത്തിലൂടെ കപടമുഖം പേറുകയെന്നാണ് അവർ മനസ്സിലാക്കി. അതിനെന്ത് ചെയ്തു? ഒറ്റപ്പെട്ട വേദികൾ കിട്ടാത്ത ചില സാധുക്കൾ ഒറ്റപ്പെട്ട വേദികളിൽ അവസരം പാർത്തിരിക്കുന്ന കുറച്ച് അമുസ്ലിങ്ങളായ സഹോദരന്മാർക്കിടയിൽ ജനാധിപത്യ മുഖംമൂടി ഉണ്ടാക്കി അവരെ കൊണ്ടുവന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോ ചിലർ മനസ്സിലാക്കുക, എന്താ പടച്ചോന്റെ ദീന് പടം നടപ്പിലാക്കണതിന് മൂല്യന്മാർക്ക് ഇത്ര പ്രശ്നം. ഞങ്ങള് അള്ളാന്റെ ദീന് നടപ്പിലാക്കണതിനെതിരല്ല, പക്ഷെ അള്ളാന്റെ ദീന് നടപ്പിലാക്കാൻ തീരുമാനിച്ചുകാണ്ട് കയ്യിലുള്ളത് വിട്ടുകാണ്ട് പറക്കണീനെ പിടിക്കാൻ പോയ മാതിരിയാകരുത്. അതാണ് ശിമിക്ക് സംഭവിച്ചത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഒരാള് അധികാരം കിട്ടിയിട്ട് ആരാധിക്കാൻ നിൽക്കേണ്ട, ആദ്യം ഇസ്ലാം വ്യക്തി ജീവിതത്തിൽ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ മുസ്ലിമായി ജീവിക്കട്ടെ. ലോകര് മുഴുവനും മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ഭരണം മാറ്റണ്ടേ എന്നുള്ള ഒച്ചപ്പാടിന്റെ ആവശ്യമില്ലല്ലോ. ജമാഅത്തെ ഇലക്ഷനെ നേരിടേണ്ട കാര്യമല്ല. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജമാഅത്തുകാരൻ പറയുന്നത് തൗഹീദി പോരാട്ടത്തിന്റെ അനന്തര ഫലമാണ് രാഷ്ട്രീയ പാർട്ടി. 30 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുച്ഛരമായ ഒരാദർശ പോരാട്ടമുണ്ട്, ഒരു തൗഹീദി പോരാട്ടമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റമുണ്ട്. അതിന്റെ അനന്തരഫലമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യം സ്വീകരിക്കാൻ പറ്റുമോ? ജനാധിപത്യ സെക്കുലർ വ്യവസ്ഥിതികളെ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? ജമാഅത്ത് മൗലവി പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരാണ്. എന്നിട്ട് മൗലവി പറയാ ജനാധിപത്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് വലിയ പാപമൊന്നല്ല, ജനാധിപത്യം അത് എതിർക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയപ്പോൾ അങ്ങക്ക് ജയിലിൽ പോകേണ്ടി വന്നതും മനസ്സിലായോ? ജനാധിപത്യം എന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൈവീശാം, മറ്റുള്ളവന്റെ മൂക്കിൽ തട്ടുന്ന വീശല് പറ്റൂല. ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവിടുത്തെ ജനാധിപത്യം തകർക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ കാലം പണിക്ക് നിൽക്കാൻ കഴിയൂല. എന്നിട്ട് മൗലവി പറയാ ജനാധിപത്യത്തോട് മൗലികമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിർപ്പുണ്ട്. ജനാധിപത്യത്തെ കുറിച്ച്, പാർലമെന്റിനെ കുറിച്ച്, അതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വലിയ ആരോപണം. കോൺഗ്രസുകാർക്കും മുജാഹിദുകാർക്കും പറയാനുള്ള ആരോപണം ഇത് പുലിത്തോളാണ്. ഇത് പുലി പൂച്ചയുടെ നിറം മാറി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവർ ജനാധിപത്യ വിരുദ്ധരാണ്. ജനാധിപത്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് എതിർക്കേണ്ടതാണെങ്കിൽ മഹാഭാവമൊന്നുമല്ല. ഒരാൾക്ക് ജനാധിപത്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ എതിർക്കണം എന്നതല്ലേ ജനാധിപത്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തോട് മൗലികമായ എതിർപ്പുണ്ട്. എന്താ തർക്കം? ഈ മൗലികമായ എതിർപ്പ് പഠിപ്പിക്കുന്ന കിതാബാണ്, പുസ്തകമാണ് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന പുസ്തകം. മൗലികം എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ? മൗലികം എന്നൊക്കെ പറയുന്നത് ആ ഡെമോക്രസി എന്ന് പറയുന്ന പദം കൊണ്ടുള്ള കളിയാണ്. അത് വലിയൊരു സംഗതിയാണ്, ആരും മനസ്സിലാക്കണ്ട. അത് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ചില പദങ്ങളെ കൊണ്ട് കളിക്കുക. അതിന്റെ പച്ചമലയാളം ജനാധിപത്യം അംഗീകരിച്ചുകൂടാന്ന് തന്നെയാണ്. ഇനി സെക്കുലറിസത്തെ കുറിച്ച് ജമാഅത്തിന്റെ നിലപാടെന്താ? സെക്കുലറിസത്തെ എതിർക്കണില്ലെങ്കിൽ ജമാഅത്തല്ലാന്നാ. പണ്ട് എതിർത്ത സെക്യുലറിസത്തോട് ഇപ്പോഴും ജമാഅത്തിന് എതിർപ്പ് തന്നെയാണ്. ഇത് മുജാഹിദുകൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ മനസ്സിലാക്കണം. ഒരു മടിയില്ല കാര്യത്തിൽ. സെക്യുലറിസത്തോട് എതിർപ്പില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. മൗലിക സെക്യുലറിസത്തോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്നത് തന്നെ. സെക്യുലറിസം അല്ല ജമാഅത്തിന്റെ പ്രചോദനം, മതമാണ്. അപ്പോ ജനാധിപത്യത്തോടും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിർപ്പാണ്, സെക്കുലറിസത്തോടും എതിർപ്പാണ്. ആ എതിർപ്പിനെ ശക്തിപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്റെ എതിർക്കാനുള്ള കാരണം അത് തൗഹീദിനെതിരായതുകൊണ്ടാണ്. അപ്പൊ തൗഹീദിനെതിരെയുള്ളതിനെ തകർത്ത് തൗഹീദ് സ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ചേര നിന്ന നാട്ടിൽ പോയാൽ ചേരന്റെ നടുക്കണ്ടം നിന്ന് തൗഹീദിനെ എതിർക്കാൻ, തൗഹീദിനെതിരെയുള്ള ശിർക്കിനെ എതിർക്കാൻ ജമാഅത്തേര് ചെയ്തത് എന്താ അറിയോ? ശിർക്കിനെ ഒന്നാമതായി തന്നെ കൊണ്ടെടുക്കുക. ഇനിയോ മതമാണ് ജമാഅത്തിന്റെ പ്രചോദനം എന്നാണ്. ആ മതത്തിന്റെ പേരിൽ പ്രചോദിതരായ ചിലരാണ് ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി വേർപ്പെടുത്തിയത്. ആ വേർപ്പെടുത്തിയതിൽ മൗദൂദിക്ക് ശക്തമായ പങ്കുണ്ട് എന്നത് ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു കാലത്ത് അബുൽ ആല മൗദൂദി
ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനത്തെ സ്വീകരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുമ്പോൾ മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കണമെന്നാണ് ജമാഅത്തിന്റെ നേതാവ് പറഞ്ഞത്. മൗദൂദിയുടെ ഫോർമുലയുണ്ട്. ഇന്ത്യയെ ഒരു ഒറ്റ റിപ്പബ്ലിക്കായി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി നിലനിർത്താൻ മൗദൂദി പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്, 3 ഫോർമുല. ഖാലിദ് മൂസ പറയുകയാണ്, ആ 3 ഫോർമുലയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാവില്ല. എന്താണ് ആ ഫോർമുല? ആ ഫോർമുല 3 മതത്തിന്റെ പേരിൽ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയെ വിഭജിക്കുക എന്നതാണ്. ഒന്നാമത്തെ ഫോർമുല, ഓരോ മതക്കാർക്കും അവരുടെ സാംസ്കാരിക ഭരണാധികാരം നൽകുക എന്നുള്ളതാണ്. അതായത് ഓരോ നാട്ടിലുള്ള ഹിന്ദുവിന്റെ നിയമേറ്റ്, ആ ഹിന്ദുവിന്റെ നിയമത്തിൽ അവർക്ക് സ്വയം ഭരണം, മുസ്ലിമിന്റെ നിയമത്തിൽ സ്വയം ഭരണം. ഇങ്ങനെ ഒരു രാജ്യം ഇന്ത്യയാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് കലാപം തീരുമോ? അവരവരുടെ നിയമം നാട്ടിൽ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തീരുമോ? മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഓരോ വിഭാഗത്തിനും സ്വയംഭരണം എന്ന മതത്തിന്റെ പേരിലുള്ള വിഭജന ഫോർമുല മൗദൂദി കൊടുത്തു. രണ്ടാമത് മൗദൂദി പറയുന്ന ഫോർമുല എന്താണ്? അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ, ഒരു സ്റ്റേറ്റിൽ മുസ്ലിങ്ങൾക്ക്, വേറൊരു സ്റ്റേറ്റ് ഹിന്ദുക്കൾക്ക് 25 കൊല്ലം കൊടുക്കുക. കേരളത്തിൽ മുസ്ലിങ്ങൾക്കാ കൊടുത്തതെങ്കിൽ തമിഴ്നാട് ഹിന്ദുക്കൾക്ക്. എന്നിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾ 25 കൊല്ലം കൊണ്ട് മെല്ലെ മെല്ലെ തമിഴ്നാട്ടിൽ പോകാം. തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് വരാം. എന്നിട്ട് ഓരോ സ്റ്റേറ്റും ഓരോ മതക്കാരുടെ സ്വയംഭരണ പ്രദേശം. ഇങ്ങനെ എങ്ങാനും രാജ്യം വിഭജിച്ചിട്ടുണ്ടെങ്കിലേ മതത്തിന്റെ വ്യത്യാസമല്ല, ഏകദേശമൊക്കെ ഭാഷാപരമായ വ്യത്യാസങ്ങളുള്ളൂ. എന്നിട്ട് പോലും കേരളം തമിഴ്നാട് ഇപ്പോഴും സൗന്ദര്യപ്പിണക്കത്തിലാണ്. കാവേരി നദിയുടെ പേരിൽ ഇപ്പോഴും കലഹ. ഈ സ്റ്റേറ്റുകളെ എങ്ങാനും മതത്തിന്റെ പേരിൽ വിഭജിച്ചിരുന്നുവെങ്കിൽ ഒരു പൊതു ഭരണം, കേന്ദ്രഭരണം ഉണ്ടായിട്ടും കാര്യമല്ല, രാജ്യത്തെ 3 അല്ല 300 വിഭജിക്കപ്പെടുമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഭാഷാപരമായ വിഷയത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കണമെന്ന പേരിൽ കലാപം നടക്കണം. ഒരു കൂട്ടർ പറയും വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരാഹാരം, വേറൊരു കൂട്ടർ വിഭജിക്കണം എന്ന് പറഞ്ഞ് നിരാഹാരം. കേന്ദ്രഭരണം അവിടെ അന്തം വിട്ടു നിൽക്കാൻ. അവിടെയാണ് മൗദൂദി പറയുന്നത് ഓരോ സ്റ്റേറ്റിനെയും മതത്തിന്റെ പേരിൽ വിഭജിക്കുക. മൂന്നാമത് മൗദൂദി പറയുന്നു ഒരു മുസ്ലിം കോൺഫെഡറേഷനും ഒരു ഹിന്ദു ഫെഡറേഷനും. അപ്പൊ ക്രിസ്ത്യാനികളും ജൈന മതക്കാരൊക്കെ എവിടെ നിൽക്കുന്നറിയില്ല. ഇങ്ങനെ 3 ഫോർമുല. ആ 3 ഫോർമുലയും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതരത്വത്തോട് പ്രാമുഖ്യമുള്ളതല്ല. മതപ്രചോദനത്തിൽ മതത്തിന്റെ പേരിൽ രാജ്യത്തെ കഷ്ണങ്ങളാക്കുക എന്നുള്ളതാണ്. ഖാലിദ് മൂസ സാഹിബ്, ജമാഅത്ത് നേതാവ് മൗദൂദിയുടെ ഫോർമുല പറയാം. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ജനാധിപത്യപരമായ ബദൽ ഫോർമുല, വിഭജനത്തെ നിരാകരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒറ്റ രാജ്യമായി രൂപപ്പെടുന്ന ഒരു കോൺഫെഡറേഷൻ എന്ന പ്രമേയം ഇന്ത്യ രാജ്യത്തിന് മുമ്പ് അവതരിപ്പിച്ച ഏകപണ്ഡിതൻ സയ്യിദ് അബുൽ അല മൗദൂദിയാണ്. ആ കോൺഫെഡറേഷൻ എന്ന തത്വം മുസ്ലിം ലീഗ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം ഹിന്ദു മഹാസഭ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം RSSും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന ഒരു മഹാരാജ്യമാകുമായിരുന്നു. ഇന്ത്യ വിഭജിക്കരുത്. സയ്യിദ് അബുൽ അല മൗദൂദി പറഞ്ഞു, ഇന്ത്യ വിഭജിക്കരുത്. പകരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3 ഫോർമുല വെക്കുന്നു. 3-ലൊന്ന് നിങ്ങൾ സ്വീകരിക്കണം. 1, സ്വയം ഭരണാധികാരമുള്ള മതഗ്രൂപ്പുകളായി ഇന്ത്യയിലെ എല്ലാ ഗ്രൂപ്പുകളെയും അംഗീകരിക്കുക. ഹിന്ദുക്കൾക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. സിഖുകാർക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. അവരുടെ മതപരവും സാംസ്കാരികമായ സ്വയം ഭരണത്തിൽ കേന്ദ്രം ഗവൺമെന്റ് ഇടപെടാതിരിക്കുക. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാവുക. ഇതാണ് ഒരു ബദൽ നിർദ്ദേശം. മറ്റൊരു ബദൽ നിർദ്ദേശം സയ്യിദ് അബുൽ അല മൗദൂദി വെച്ചു. ഇന്ത്യ ഒറ്റ രാജ്യമായി നിൽക്കട്ടെ, പക്ഷേ ഓരോ മതഗ്രൂപ്പിനും സാംസ്കാരിക സ്വയംഭരണമുള്ള സ്റ്റേറ്റുകൾ അനുവദിക്കുക. ഒരു കേന്ദ്രത്തിന് കീഴിൽ മുസ്ലിം സാംസ്കാരിക സ്വയംഭരണം ഉള്ള ഒരു സ്റ്റേറ്റ്, ഹിന്ദു സാംസ്കാരിക സ്വയംഭരണമുള്ള മറ്റൊരു സ്റ്റേറ്റ്. അങ്ങനെ 25 വർഷത്തെ കാലാവധി നൽകുക.
ഓരോ സാംസ്കാരിക ജനവിഭാഗത്തിനും അവർക്കിഷ്ടപ്പെട്ട സ്റ്റേറ്റിൽ പോയി താമസിക്കാൻ അനുവദിക്കുക. വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കരുത്, എല്ലാ സ്റ്റേറ്റുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കേന്ദ്രഭരണം ഉണ്ടാവുക. മൂന്നാമതൊരു ഫോർമുലയും സയ്യിദ് അബുൽ അല മൗദൂദി മുന്നോട്ട് വെച്ചു. ഇന്ത്യയെ 2 കോൺഫെഡറേഷൻ ആക്കുക. 2 ഫെഡറേഷൻ, ഹിന്ദു ഫെഡറേഷൻ, മുസ്ലിം ഫെഡറേഷൻ. അതന്നെയല്ലേ ഈ പാകിസ്ഥാൻ ഇന്ത്യ. മൗദൂദി പറഞ്ഞ വിഭജനമെങ്ങാനും അന്ന് നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യ 3 അല്ല 300 ആകുമായിരുന്നു. കാരണം മതപരമായ സ്വാർത്ഥത, അത് മതത്തോടുള്ള താല്പര്യമല്ല, മതത്തെ ഉപയോഗപ്പെടുത്തി അധികാരത്തിലേറാനുള്ള താല്പര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സ്വതന്ത്രമായപ്പോ മൗദൂദി അതിനെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ബ്രിട്ടീഷുകാരന്റെ ഭരണം ലാത്ത എന്ന് പറയുന്ന വിഗ്രഹാരാധനയാണ്, അതുപോയി ഇപ്പൊ ജനാധിപത്യം വന്നത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ്. ഇതാണ് മൗദൂദിയുടെ വീക്ഷണം. ആ വീക്ഷണത്തെ ജമാഅത്തുകാരൻ ഇന്നും നിരാകരിക്കുകയല്ല, ന്യായീകരിക്കുകയാണ്. ഇംഗ്ലീഷുകാരൻ പോയി മറ്റൊരു ഭരണം വരുന്നതിനെ കുറിച്ച് ലാത്ത പോയി മനാത്ത വരുന്നു എന്ന് മൗലാന മൗദൂദി പറഞ്ഞു കളഞ്ഞു എന്നത് വലിയ കുലുമാലായിട്ട് മുജാഹിദ് സുഹൃത്തുക്കൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ലാത്ത എന്ന് പറയുന്ന വിഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാരൻ, അതുപോയി ജനാധിപത്യം വന്നപ്പോ അത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ്. സഹോദരന്മാരെ, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ?